മഴയൊന്നും വകവയ്ക്കാതെ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ ദിവസം MM അഗ്രി പാർക്കിലെ വിശേഷങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഹലോ, ഞാനിപ്പോൾ ഉള്ളത് പേരാമ്പ്ര ശ്രീരാഗം സംഗീത വിദ്യാർത്ഥികളോടൊപ്പമാണ്. സംഗീത കുടുംബത്തോടൊപ്പം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ കുറ്റ്യാടി, കോഴിക്കോട് ജില്ലയിലുള്ള കുറ്റ്യാടി വേളം പെരുവയലിലുള്ള MM അഗ്രി പാർക്കിലാണുള്ളത്. ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരികയാണ്. ഇതാ ഞാൻ ഞങ്ങളുടെ മാഷിനെ പരിചയപ്പെടുത്തി തരാം. ശ്രീജിത്ത് മാഷാണ്. മാഷെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാഷ് രണ്ട് വാക്ക് മാഷിന് പറയാം. നമ്മളിന്ന് ഇവിടെ വേളം അഗ്രി പാർക്കിലാണുള്ളത്. സംഗീത വിദ്യാർത്ഥികളാണ്, ഇതൊക്കെ സംഗീത വിദ്യാർത്ഥികളാണ്. പിന്നെ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ദിവസം ഇവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മറ്റുള്ള കലാസ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പുതിയ അനുഭവങ്ങൾ നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ശ്രീരാഗം തുറന്നുകൊണ്ടിരിക്കുന്നത്. മുൻപും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ വെക്കേഷൻ തീരാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഒരു ദിവസം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നല്ല മഴയൊക്കെ ഉണ്ട്, കാലാവസ്ഥ ചെറുതായിട്ട് പ്രതികൂലമൊക്കെ ആണെങ്കിലും നമ്മൾ ഇന്നിവിടെ അടിച്ചു പൊളിച്ചിട്ട് എടാ മോനെ നമ്മളിന്നിവിടെ പൊളിക്കാൻ പോവാണ് അല്ലേ. മഴയൊന്നും ഒരു പ്രശ്നമല്ലെന്നാണ് പറയുന്നത്. സംഗീതവും മഴയായിട്ടൊരു ബന്ധമുണ്ട് അല്ലേ മാഷെ? തീർച്ചയായിട്ടും. അപ്പം കുട്ടികളെല്ലാം ഭയങ്കര ആവേശത്തിലാണ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് ശ്രീരാഗത്തിന്റെ ടൂറായിട്ട് MM അഗ്രി പാർക്കിലാണുള്ളത്. അപ്പൊ ഞങ്ങള് പാട്ടും കളിയും ഒക്കെ ആയിട്ട് ഇവിടെ അടിച്ചു പൊളിക്കാൻ വന്നതാണ്. നമ്മുടെ ശ്രീരാഗത്തിലെ സീനിയർ ആയിട്ടുള്ള സംഗീത വിദ്യാർത്ഥികളാണ്. വെച്ചാൽ ഞങ്ങളൊന്നും ചെറുപ്പത്തിൽ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. ശ്രീരാഗം വന്നതിന് ശേഷം ഞങ്ങൾ ഇതിലേക്ക് എത്തിപ്പെട്ടു. പിന്നെ ഇപ്പം 5 വർഷമായിട്ട് അവിടെ നിന്ന് പോകുന്നില്ല. ഞങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുന്നതെന്ന് വെച്ചാൽ പുതിയ ഓരോരോ പരിപാടിയായിട്ടാണ് ഞങ്ങൾ മുന്നേറുന്നത്. ഇനി ബാക്കി നമുക്ക് ഇവരോട് ചോദിക്കാം. ബിന്ദുവച്ചിയൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ശ്രീരാഗം പേരാമ്പ്ര വന്ന വർഷം അവിടെ ജോയിൻ ചെയ്ത് ആ പാട്ടുകാരിയാണെന്ന് പറയാം. അതിന് മുന്നേ പാടുമെങ്കിലും ഒരു കോൺഫിഡൻറ്റോടെ പാടാനും വളരെ വ്യത്യസ്തമായൊരു രീതി ജീവിതത്തിലേക്ക് കൊണ്ടുതന്നതും ശ്രീജിത്ത് മാഷാണെന്ന് പറയാം. ഞാൻ ആദ്യമായി ഫേസ്ബുക്ക് ലൈവ് ചെയ്തു വരും ശ്രീജിത്ത് മാഷിൻ്റെ കൂടെയാണ്. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഡാറ്റ തരുന്നുണ്ട് കേട്ടോ. എല്ലാ മക്കൾസും ഉണ്ട്. ഓക്കെ, നമുക്കപ്പോൾ എൻജോയ് ചെയ്യാം. ഓക്കെ, ശ്രീരാഗത്തിലുള്ള 1/3 ഭാഗം മാത്രമേ ടൂറിന് വന്നിട്ടുള്ളൂ. 9 മണിയായപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ഏകദേശം ഒരു 100 ആളുടെ അടുത്ത് 100 ആൾ തന്നെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ വന്നു ചേർന്നു. ഇത് ആളുകളൊക്കെ ഇങ്ങോട്ട് കയറി. രാവിലെ ഇവിടെ ക്ലീനിങ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. തലേന്ന് രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ ആകെ ആകുലപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഡേറ്റ് ഫിക്സ് ചെയ്യുകയും ചെയ്തു, രാവിലെ പുറപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത. പക്ഷേ എന്ത് വന്നാലും നമ്മൾ ഡേറ്റ് തീരുമാനിച്ചതല്ലേ നമുക്ക് പോകാം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ ചെറിയൊരു ചാറ്റൽ മഴയൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ രാവിലെ ഇറങ്ങി പുറപ്പെട്ടതാണ്. എന്തൊക്കെ പറഞ്ഞാലും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന മനോഹരമായ ഒരു പാർക്കായത്, അത് പറയാതിരിക്കാൻ പറ്റിയല്ല. കണ്ടില്ലേ, മുൻപോട്ട് കാണാം പുഴയൊക്കെ ഏകദേശം ഒരു കലങ്ങിയ പ്രതീതിയാണ്. നല്ല തെളിഞ്ഞ വെള്ളമൊന്നുമല്ല. ഇവിടെയൊക്കെ ഒരുപാട് ഊഞ്ഞാലുകളുണ്ട്. അത് പല രീതിയിലുള്ള ഊഞ്ഞാലുകളാണ്, പല മോഡലിൽ. കണ്ടില്ലേ, ഭയങ്കര ഒരു കളർഫുള്ളായ പാർക്കാണെന്ന് തന്നെ പറയാം. ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ എൻജോയ് ചെയ്ത് പോകാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നോക്കിക്കേ, ഇതൊക്കെ സെറ്റിങ്ങാണ്. കണ്ടു, മുള കൊണ്ടും കളറടിച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ലൊരു കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ ഇരുന്ന് നല്ല കഥ പറയാനൊക്കെ നല്ല രസമല്ലേ. ഇത് അടിപൊളി. നോക്കിക്കേ, ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നമുക്കിങ്ങനെ മുമ്പൊന്നും ഇങ്ങനെ വന്നിരുന്ന് ഫോട്ടോ എടുക്കാനും ഒന്നും പറ്റിയില്ല. സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ഇതാ ഇവിടെ വന്ന് നല്ല അടിപൊളി അങ്ങനെ ആർച്ച് പോലെ റൗണ്ടിൽ. നോക്കിക്കേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ ഇവിടെയൊക്കെ ഇരുന്ന് ഓരോ ഫോട്ടോ ഒക്കെ എടുത്തതാണ്. ഇത്ര ക്ലിയറൊന്നുമില്ല. ഒന്നാമത്തെ ഒരു മഴക്കാറ് പോലെയാണ് കാലാവസ്ഥ. കണ്ടില്ലേ, ഒരു ഹാർട്ടിൻ്റെ ആകൃതിയിൽ മുള കൊണ്ടുണ്ടാക്കിയതാണ് ഇതും. പുഴയോരത്തിൽ പൂന്തോണിയെത്തിലാ
ഞങ്ങൾ ബോട്ട് വരാൻ വെയിറ്റ് ചെയ്യുകയാണ്. ആദ്യത്തെ ഒരു ട്രിപ്പ് ആളുകളെ കൊണ്ട് പോയിരിക്കുകയാണ്. അതാ മാഷൊക്കെ പെഡൽ ബോട്ടിൽ അതിലേ പോകുന്നുണ്ട്. ഓ ഇത് ചവിട്ടാൻ വയ്യ, ഞങ്ങൾക്ക് മറ്റേ ബോട്ട് മതി. അതിലാകുമ്പോൾ നമുക്ക് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് പോകാമല്ലോ. കിട്ടിയ സമയത്തൊന്ന് ഊഞ്ഞാലാടിക്കളയാലേ. നോക്കിക്കേ, നല്ല രസം. എല്ലാവരും ബോട്ട് കയറാനുള്ള തിരക്കിൽ ഞാൻ ഓടി വന്നൊന്ന് ഊഞ്ഞാൽ കയറിയതാണ്. അതാ ബോട്ട് വരുന്നുണ്ട് കണ്ടോ. വെള്ളം മൊത്തം കലങ്ങിയിട്ടാണുള്ളത്. കുട്ടികൾ, ആദ്യത്തെ ട്രിപ്പ് പോയ കുട്ടികളെല്ലാം നന്നായിട്ട് അടിച്ച് പൊളിക്കുന്നുണ്ട് ബോട്ടിൽ നിന്ന്. എന്തായാലും ഭയങ്കര സുരക്ഷ കേട്ടോ. അവർ ജാക്കറ്റൊക്കെ ഇടിച്ച് ഭയങ്കര ഇതിലാണ്. അവരുടെ സെക്യൂരിറ്റി, അവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ നമ്മളെ വല്ലാണ്ട് കെയർ ചെയ്യുന്നുണ്ട്. ബോട്ടിൽ നിന്ന് എല്ലാവരും അടിച്ച് പൊളിക്കും. പാട്ടൊക്കെ എടുക്കാൻ എനിക്ക് പേടിയാണ്. കാരണം എന്ത് പാട്ട് മ്യൂസിക് ഇട്ടാലും കോപ്പിറൈറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നോക്കി വെള്ളമൊക്കെ മൊത്തം കലങ്ങിയാണുള്ളത് അല്ലേ. കുട്ടികളുണ്ട് മുൻപിൽ നിൽക്കുന്നു. അവര് മുന്നോട്ടുള്ള കാഴ്ച കണ്ടങ്ങനെ നിൽക്കുക. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ബോട്ടിങ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചായ കിട്ടി. ചായയും സമൂസയും. പിന്നെ ആരിലൊക്കെയോ ബിസ്ക്കറ്റോ എന്തെല്ലൊക്കെയോ തിന്നാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പുറത്തേക്ക് ഇറങ്ങി. ഇതാ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. കുറ്റ്യാടിപ്പുഴയുടെ ഭംഗി മാക്സിമം ഉപയോഗിച്ചാണ് ഈ പാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം അത്ര മനോഹരമാണ്. അതിനുശേഷം ഇതാ കുട്ടികളുടെ കൂടെ പൂളിലിറങ്ങി ഇതാ കളിക്കാൻ. മാക്സിമം കുട്ടികൾ ഒരുപാടുണ്ട്. കുട്ടികളുടെ കൂട്ടത്തിൽ കൂടുമ്പം നമ്മളും ഒരു കുട്ടിയായി പോകും. ഞാൻ പിന്നെ എവിടെ ചെന്നാലും അവിടെ അങ്ങ് കൂടും. ഭയങ്കര രസമായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല. അതാ ഈ ഇതിലൊക്കെ കയറി ഒന്ന് ചാടി മറിഞ്ഞ് ഒന്നും പറയണ്ടപ്പോ. ഞങ്ങൾ അതിൻ്റെ കരയ്ക്കതാ പാട്ട് വെച്ചിട്ട് മാഷും കുറച്ച് ആളുകൾ കൂടി ഡാൻസ് ചെയ്യുന്നുണ്ട്. മൊത്തം ഒരു അടിപൊളി. പൂളിലിറങ്ങാൻ എല്ലാവർക്കും മടിയാണ്. എല്ലാവരും മാറി മാറി നിൽക്കുക. എല്ലാവർക്കും ഇറങ്ങാൻ വേണം. ഒന്നും നോക്കിയില്ല, ഞാനങ്ങ് ഇറങ്ങി ആദ്യം. അതിന് പുറകെ ഓരോരുത്തർ ഇറങ്ങാൻ തുടങ്ങി. നല്ല അത്യാവശ്യം വലിപ്പമുള്ള പൂളായിരുന്നു. കുറച്ച് നീന്തി. എന്തായാലും കുറേ നാളായി നീന്തിയിട്ട്. അങ്ങനെ കുറച്ച് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫിഷ് സ്പാ ചെയ്യുകയാണ്. പാർക്കിൽ നമ്മളെ ശ്രീരാഗം സംഗീത വിദ്യാർത്ഥികൾ ഒരുക്കുന്ന അതിമനോഹരമായ അതിരസകരമായ ഒരു മത്സരമാണ്. സംഗീതപരമായിട്ടുള്ള ഒരു കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമാ ഗാനങ്ങളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ദംഷറാട്സ്. ഇവിടെ എല്ലാവരും അതിവാശിയേറിയ രണ്ട് ടീമും വളരെ വാശിയേറി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കാൻ നമുക്ക് എല്ലാവരും. അപ്പൊ ഇതാ അടുത്ത ഇതാണ് പറയേണ്ടത്. ഞാൻ പറയാൻ പാടില്ല. വായ തുറക്കരുത് ഞാൻ പറഞ്ഞതാ. ഇങ്ങോട്ടാ പറയുന്നത്, അങ്ങോട്ടല്ല കാണിക്കുന്നത്. കാലാ കാണിക്കുന്നത്.
അങ്ങനെ ആ ഗെയിം കഴിഞ്ഞതിന് ശേഷം ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു കേട്ടോ. അങ്ങനെ വയറ് നിറച്ച് നല്ല വിശപ്പായിരുന്നു. കാരണം പൂളിലൊക്കെ ഇറങ്ങി ആകെ ചാടി മറിഞ്ഞ് വിശന്ന് നന്നായി ഭക്ഷണം കഴിച്ചു. ചിക്കൻ ബിരിയാണിയായിരുന്നു. അതിനുശേഷം അടുത്ത ഗെയിമുണ്ട്. കാരണം 3:30-ക്ക് ശേഷം ഫേസ്ബുക്ക് ലൈവ് പരിപാടി നടക്കുന്നുണ്ട്. ആ പോകുന്ന വഴിക്ക് നല്ല രസമാട്ടോ. ഒരുപാട് സീറ്റിങ് കണ്ടില്ലേ, മുള കൊണ്ടുണ്ടാക്കിയ. ഇതൊക്കെ നല്ലൊരു കാലാവസ്ഥയിലാണെങ്കിൽ ഒരുപാട് ആളുകൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് അവിടെ ഇരുന്ന് കഥ പറയാനൊക്കെ പറ്റിയ നല്ല സ്ഥലം. ഈ ഫേസ്ബുക്ക് ലൈവ് നടക്കുന്നതിന് മുമ്പ് ഒരു ഗെയിമും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ചിത്രം രക്ഷയില്ല. ലാസ്റ്റിൽ എത്ര അറിയാവേ? നിമിഷങ്ങൾ കൈകൊടുന്നയിൽ ഞാനൊരു നീലാഞ്ജന തീർത്ഥമായി. മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംഗീത വിദ്യാലയം മുന്നിട്ട് നിൽക്കുന്നത് ഇതുപോലുള്ള യാത്രകളും വ്യത്യസ്തമായ പരിപാടികളും ശ്രീജിത്ത് മാഷ് കൊണ്ടുവരുന്നതുകൊണ്ടാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് പിന്നിൽ ശ്രീജിത്ത് മാഷിൻ്റെ കരങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ലൈവ് പ്രോഗ്രാമോടുകൂടി, ലൈവ് പരിപാടിയോടുകൂടി നമ്മുടെ ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം വളരെ മനോഹരമായിരുന്നു. ഇന്നത്തെ ശ്രീരാഗത്തിൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ ഈ യാത്ര. ഒരുപാട് സംഗീത ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം 3:30-ക്ക് ശേഷം ഫേസ്ബുക്ക് ലൈവ് ഒരുപാട് ആളുകൾ നല്ല നല്ല പാട്ടുകൾ പാടി. ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.